എന്നാൽ ഒരു വടിയൊക്കെ പിടിച്ചിട്ട് എയറിൽ ഇങ്ങനെ തപസ്സിലിരിക്കുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു അവിടെ. അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു വടി വാങ്ങിയിട്ട് ഇവന്റെ പുറകെ വന്ന ആൾക്കാരുടെ അടുത്ത് ജാക്കി ഫൈറ്റ് ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു അനക്കൊക്കെ കണ്ടിട്ട് മേലെ ഇരുന്നിട്ട് സന്യാസി ഇങ്ങനെ താഴത്തേക്ക് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു സ്റ്റിക്ക് എടുത്തിട്ടാണ് ജാക്കി ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവന്മാർക്ക് രണ്ടെണ്ണം കിട്ടണ്ടാണെന്നുള്ള രീതിയിൽ സന്യാസിയും ഇപ്പൊ കണ്ണടച്ചിട്ട് എയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ധ്യാനിക്കുകയാണ്. ആ ഒരു വടി വെച്ചിട്ട് ഇവന്മാരെ രണ്ടുപേരും അടിച്ചു കൂട്ടിയിട്ട് സന്യാസിക്ക് ആ ഒരു വടി കൊടുത്തിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ജാക്കി അവിടുന്ന് പോവാണ്. ഇപ്പോഴാണ് ജോണിനെയും അവന്തികേനെയും റാൻഡലിന്റെ ആൾക്കാര് അവിടുന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ജാക്കി അറിയുന്നത്. ഇപ്പോ ഇവരെ രക്ഷിക്കാനായിട്ട് ജാക്കി റാൻഡലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ജാക്കിനെ കണ്ടപ്പോ തന്നെ നമ്മുടെ റാൻഡൽ പറയാണ്, ഹലോ മിസ്റ്റർ പ്രൊഫസർ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾക്കറിയോ ഈ ഒരു ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങൾ ഏതാന്നുള്ളത്? അത് സിംഹങ്ങളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ദുബായിൽ വെച്ച് മനസ്സിലായിട്ടുണ്ടാവല്ലോ. സിംഹങ്ങള് വിശക്കുന്ന സമയത്ത് മാത്രമേ വേട്ടയാടാറുള്ളൂ. പക്ഷെ ആ കിടക്കുന്ന ഹൈനകൾ അങ്ങനെയല്ല. അവരുടെ മുന്നിലേക്ക് ഒരു ജീവി വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വിശപ്പില്ലാന്നുണ്ടെങ്കിലും അതിനെ അവര് കടിച്ചു കീറും. ഇപ്പോ ഹൈനയുടെ കൂട്ടിൽ കിടക്കുന്നത് ആരാന്ന് നോക്കിയേ. ജാക്കി നോക്കുന്ന സമയത്ത് അവന്തികേനും ജോണിനെയും ഈ ഒരു ഹൈനയുടെ കൂടിന്റെ നടുക്കിലായിട്ട് ചെറിയൊരു കേജിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. റാൻഡൽ ഇപ്പൊ പറയാണ്, ഞാൻ ആ കേജ് ഒന്ന് പൊക്കേണ്ട താമസമേ ഉള്ളൂ, പിന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു നിധി എനിക്ക് എടുത്തു തന്നോ എന്നിങ്ങനെ പറയാണ്. ഇവരെ രക്ഷിക്കാനായിട്ട് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ജാക്കി ആ ഒരു നിധി എടുത്തു കൊടുക്കാന്ന് പറയാണ്. റാൻഡൽ ഇപ്പോ അവന്തികേനെ ജാക്കിനെ കൂട്ടിയിട്ട് ആ ഒരു നിധി ഇരിക്കുന്ന ടെമ്പിളിലേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പില് കിം അവിടേക്ക് വന്നിട്ട് ഹൈനന്റെ കൂട്ടുന്ന് നമ്മുടെ ജോണിനെയും അവന്തികേനെയും രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. റാൻഡലും ജാക്കി ചാനും ഒക്കെ അവരുടെ ടീമുമായിട്ട് ഇപ്പൊ ആ ഒരു ടെമ്പിളിന്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാമി ഇപ്പോ അകത്തേക്ക് കയറാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടിട്ട് റാൻഡൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ആ ഒരു സാമീനെ അവിടെ വെച്ചിട്ട് തന്നെ അടിച്ചു കൂട്ടുകയാണ്. ഇപ്പൊ ജാക്കി ആണെന്നുണ്ടെങ്കിൽ